ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിന്നൊരു സ്ഥലം വരെ പോകുന്നുണ്ട്. അത് എവിടേക്കാന്നൊക്കെ ഞാൻ പറയാം. അതിന് മുന്നായിട്ട് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക. നിങ്ങൾക്ക് വീഡിയോ എല്ലാം കണ്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ചെറിയ നാത്തോൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോണത്. അവിടുത്തെ ഫെസ്റ്റാണ് കേട്ടെന്ന്, VK കടവ് നേർച്ചയാണ് കേട്ടെന്ന്. അപ്പോൾ അതിനായിട്ട് നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട്. തലേ ദിവസം തന്നെ ചെല്ലാൻ പറഞ്ഞിട്ട് കുറേ വിളിച്ചിട്ടാണ് പോകാൻ പറ്റിയില്ല. കുട്ടികൾക്ക് മദ്രസൊക്കെ ആണല്ലോ. പിന്നെ അത് മാത്രമല്ല, എക്സാമൊക്കെ അടുത്തോണ്ട് തന്നെ ലീവാക്കണ്ടെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോണ ഒരു തിരക്കാണ് കേട്ടോ, രാവിലത്തെ തിരക്കാണ്. ഞാൻ വലിയ കടിയൊന്നും ഉണ്ടാക്കിയില്ല. ഒരു ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരു തട്ടിക്കൂട്ട് ഉപ്പുമാവാണ് കേട്ടോ. അതിലേക്ക് വേണ്ടിയിട്ട് റവൊക്കെ ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സവാള, ഇഞ്ചി, മുളക് എല്ലാം കട്ട് ചെയ്തിട്ട് കടുകെല്ലാം പൊട്ടിച്ച് അതിലേക്കണ്ട് ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്ത് വന്നതിന് ശേഷം അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് വെള്ളം പാകത്തിന് ഒഴിച്ചു കൊടുക്കണം. അത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ റവയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പക്ഷേ ഇതൊന്നും ആയിട്ടില്ല അല്ലേ, ഞാനതൊക്കെ കഴിഞ്ഞ് പോയി ചിട്ടാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഒന്നുകൂടിയും പറയാം. എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത്, പിന്നെ നമ്മളതിലേക്ക് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്, പച്ചമുളക് ഇട്ട് കൊടുത്ത്, വേപ്പില ഇട്ട് കൊടുത്ത്, ഇഞ്ചി അതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മളതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മളതിലേക്ക് ഒരു കറിയായിട്ട് തക്കാളി കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ തക്കാളി അച്ചാർ ഉണ്ടാക്കണേ. ആ അച്ചാർ പോക്ക് അറിഞ്ഞില്ല കേട്ടോ. കാരണം നമുക്ക് അതുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ തക്കാളി കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അത് കൂട്ടിയിട്ട് എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി നമുക്ക് കഴിക്കാമായിരുന്നു. ഞാൻ ദോശയ്ക്കൊക്കെ അത് ചിലപ്പോൾ രാത്രിയിലൊക്കെ ദോശ ഉണ്ടാക്കുമ്പോൾ വേറെ കറിയൊന്നും കൊടുക്കില്ല കേട്ടോ. ആ തക്കാളിയുടെ ആ ഒരു ഇത് കൂട്ടിയിട്ട് തന്നെ നമ്മളെല്ലാവരും കൂടി കഴിക്കുക. അത് പെട്ടെന്ന് കഴിഞ്ഞ് ഇനിയിപ്പോൾ കുറച്ച് തക്കാളിയൊക്കെ കൂടുതലായിട്ട് കിട്ടുകയാണെങ്കിലൊക്കെ ഉണ്ടാക്കി വെക്കണം. അപ്പോൾ അതാ ആ ഇഞ്ചി ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വെള്ളം എപ്പോഴും കറക്റ്റായിട്ട് തന്നെ നിൽക്കാറുണ്ട്. അതിൻ്റെ അളവ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഞാൻ അങ്ങനെ ആ റവ നോക്കിയിട്ട് അങ്ങനെ ഒരു പാകത്തിന് വെള്ളം ഒഴിച്ച് വെക്കാറാണ് കേട്ടോ. അങ്ങനെ അളന്നൊഴിക്കാറൊന്നുമില്ല. ഞാൻ ഉണ്ടാക്കുന്ന ഒന്നിനും അതിന് പ്രത്യേകിച്ചൊരു അളവൊന്നും ഉണ്ടാവാറില്ല. പിന്നെ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പറയണതാണ് കേട്ടോ ഇത്രയെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഓരോ വീഡിയോ ഒക്കെ കണ്ടിട്ട് അതുപോലെ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ കറക്റ്റ് അളവൊക്കെ നോക്കിയിട്ട് ഉണ്ടാക്കാറുള്ളൂ. അല്ലാതെ ഞാനായിട്ട് ഉണ്ടാക്കണതിനൊന്നും ഞാൻ പ്രത്യേകിച്ച് അളവൊന്നും എടുക്കാറില്ല. നമ്മൾ സാധാരണക്കാരാണല്ലോ. അപ്പോൾ പിന്നെ അളവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത പാചകവും ജീവിതമൊക്കെയാണ് കേട്ടോ നമ്മുടെ. അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ തക്കാളി ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഉപ്പുമാവിക്കും അതുപോലെ പുട്ടിക്കൊന്നും കറിയില്ലാതെ എൻ്റെ മക്കൾ ഒരു തരി പോലും വായി വയ്ക്കില്ല കേട്ടോ. അത് ഞാനും അതൊക്കെ കറി വേണം. പിന്നെ ഉപ്പുമാവൊക്കെ പ്രത്യേകിച്ചും കറിയില്ലാണ്ട് അത് എങ്ങനെ നമ്മൾ വായിലിടുക, ചങ്കീന്ന് അങ്ങോട്ട് ഇറങ്ങി കിട്ടില്ല. ഉമ്മാക്ക് കറിയൊന്നും വേണം കേട്ടോ. ഉമ്മ അത് ചായയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ ഒരു പിടി വായിലിടും, ഒരിത്തിരി ചായ കുടിക്കും. അങ്ങനെ ആയിട്ട് ഉമ്മ അത് എങ്ങനെയൊക്കെ ആയിട്ട് കഴിക്കും. പക്ഷെ ഞങ്ങൾക്കത് പറ്റില്ല. ഇക്കും പറ്റില്ല, കുട്ടികൾക്കും പറ്റില്ല. ഞാനും പിന്നെ എങ്ങനെയൊക്കെ ഒറ്റയ്ക്കാണെങ്കിലൊന്നും ഞാൻ കറി ഉണ്ടാക്കാറൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ കുട്ടികൾ എങ്ങനെയും കഴിക്കേണ്ട വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അവർക്ക് ഉണ്ടാക്കുമ്പോൾ പിന്നെ എന്തായാലും ഉണ്ടാക്കണുണ്ടല്ലോ, അപ്പോൾ പിന്നെ ഞാനും കൂട്ടൂട്ടാം. അപ്പോൾ അങ്ങനെ നമ്മൾ തക്കാളി വെക്കാനുള്ള തക്കാളിയൊക്കെ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ഉപ്പുമാവിന് വെച്ചിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇതാ റവൊക്കെ ഇട്ട് കൊടുത്തിട്ട് അടിപൊളി ഉപ്പുമാവ് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സാധാരണ ക്യാരറ്റൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് ഗംഭീരമാക്കാറുണ്ട്. ക്യാരറ്റ് തീർന്നു പോയി എടുക്കണം. അതുകൊണ്ട് ഞാൻ ക്യാരറ്റൊന്നും ഇട്ട് കൊടുത്തില്ല. പിന്നെ നമ്മൾ ഉപ്പുമാവ് നല്ല അടിപൊളിയായിട്ട് വെക്കുമല്ലോ, മറ്റേ പൊട്ടുകടല അങ്ങനത്തെ ഒക്കെ ഇട്ടിട്ട്. ഇതിപ്പോൾ സമയമില്ലാത്ത കാരണമാണ് കേട്ടോ. അതൊന്നും ഇട്ട് കൊടുത്തൊന്നുമില്ല. ഉണക്കമുളകൊന്നും ഇട്ട് കൊടുത്തില്ല. ഒരു സാധാരണ പോലെ അങ്ങനെ ഉണ്ടാക്കിയതാണ്, പെട്ടെന്ന് തന്നെ പോവാലോ വെച്ചിട്ട്. അങ്ങനെ അതാ നമ്മൾ ചായ കൂടിയും വീട്ടിലത്തെ രാവിലത്തെ പണികളും തുടക്കലും അടിക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പോയോണ്ടിരിക്കുമ്പോഴേ തന്നെ നമ്മൾ കുറച്ച് ആനനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ നേരത്തെ പോയിക്കോ, തിരക്കായി കഴിഞ്ഞാൽ അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ വലിയ തിരക്കിലൊന്നും പെട്ടൊന്നുമില്ല. എന്നാലും ആനയൊക്കെ അടുത്ത് നിൽക്കുമ്പോഴൊരു പേടിയാണല്ലോ. എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ആന അടുത്താകുമ്പോഴൊക്കെ. ഇതിപ്പോൾ അടുത്ത് ഇവിടെ ഒരു സംഭവം ഉണ്ടായല്ലോ, കൂറ്റനാട്. ഞങ്ങൾ കാണാനൊന്നും പോയൊന്നുമില്ല കേട്ടോ. ചെക്കായും കുട്ടികളൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. രാത്രി ഒരു 10:30 ആയിട്ട് വരുമ്പോൾ അവരിവിടെ വന്ന് കയറി. ഞങ്ങൾ കിടന്നതിന് ശേഷമാണ് കേട്ടോ അറിഞ്ഞത് ആന ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല പേടിയായി.
ഇതെല്ലാം നമ്മൾ പോകുമ്പോൾ കണ്ട കുറച്ച് കാഴ്ചകളാണ് കേട്ടോ. കടവ് നേർച്ചക്ക് അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ആ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേക്കാണ് കേട്ടോ എത്തിയത്. എന്തായാലും അന്ന് വരുന്നതൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 4 മണി പരിപാടിയൊക്കെ തുടങ്ങുമ്പോഴേക്കൊക്കെ ആളെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴൊന്നുമില്ല, ഞങ്ങൾ പെങ്ങളെ വീട്ടിൽ പോയിട്ട് അവിടേക്കാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. കാണാനൊക്കെ എല്ലാം നല്ല രസമാണല്ലേ, പക്ഷേ അത് ഓവറാകുമ്പോഴാണല്ലേ ബുദ്ധിമുട്ട്. അങ്ങനെ നമ്മളിതാ വീട്ടിലൊക്കെ എത്തി. അങ്ങനെ അവിടെ എത്തുമ്പോഴേക്കൊക്കെ ബിരിയാണിയുടെ കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ്, ഞാൻ ചെല്ലുമ്പോഴൊക്കെ ഉള്ളിയൊക്കെ വാട്ടി ചിക്കനൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവൾ തന്നെ വെക്കണതൊക്കെ, മൂത്ത നാത്തൂനാണ് കേട്ടോ ചോറ് വെക്കണത്, ചിക്കൻ ബിരിയാണിയാണ് വെക്കണത്. പിന്നെ ദമ്മിടാനൊക്കെ ഞാനൊന്ന് ചെറുതായിട്ട് കൂടിയെന്ന് മാത്രം. അങ്ങനെ ബിരിയാണിയുടെ കാര്യങ്ങളൊക്കെ അവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും എന്ന് വെച്ചാൽ നമ്മൾ വീട്ടുകാർ തന്നെ ഉള്ളൂ കേട്ടോ. അങ്ങനെ വേറെ ആരുമൊന്നുമില്ല, നമ്മൾ വീട്ടിലത്തെ എല്ലാവരും കൂടിയിട്ട് ഒന്ന് കൂടിയതാണ്. റിസാനും ചാതും കൂടിയിട്ട് ഇതാ അവിടെ പന്ത് തട്ടി കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് കഴിക്കാനുള്ള സമയമായപ്പോൾ ഇതാ കുട്ടികൾക്കൊക്കെ ആദ്യം കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് കുട്ടികൾക്കുള്ള ചോറൊക്കെ ഒന്ന് വിളമ്പാണ് കേട്ടോ. പിന്നെ എന്താ ചെറിയ കുട്ടികൾക്കൊക്കെ ഒന്ന് വാരി കൊടുക്കാനുള്ളവരൊക്കെ അവർക്ക് വാരി കൊടുക്കണമുണ്ട്. അവരുടെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ചോറ് കഴിക്കാൻ വേണ്ടി ഇരുന്നത്. അങ്ങനെ ഞങ്ങളുടെ ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞ് അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. അത് പറയാണ്ടിരിക്കാൻ വയ്യ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചോറൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഈ സെറ്റുകളെല്ലാം കൂടിയിട്ട് ഇങ്ങനെ വരുന്നൊരു ഇതുണ്ടല്ലോ, അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ റോഡിൻ്റെ അവിടേക്ക് ഒന്ന് കയറി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുട്ടികളൊക്കെ ഇത് ഇറങ്ങിയിട്ടുണ്ട്. അതിന് മുന്നേ റിസാനും ഷാദും കൂടിയിട്ട് ഇങ്ങനെ കാണാനാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവർ പോണത്. അപ്പോൾ അവരുടെ കൂടെ തന്നെ സയാനും പോയിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചെന്നാൽ കുറച്ച് നേരമൊക്കെ കണ്ടിട്ട് അവർ വരുമല്ലോ എന്ന്. പക്ഷേ അവർ വന്നില്ല. അവരാണെങ്കിൽ അവരുടെ ടീമിൻ്റെ കൂടെ അവർ പോവുകയും ചെയ്ത്. അപ്പോൾ ഈ വരുന്ന ഇതിനിടയിലൊക്കെ സയാനും ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. കാരണം ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ ആനയുടെ ഇടയ്ക്കൊക്കെ പോണത്. ആനേനെ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഇങ്ങനെ ഇവരിങ്ങനെ ഓരോ സെറ്റ് വരുമ്പോഴും ഞാൻ അതിലിങ്ങനെ നോക്കണുണ്ട് കേട്ടോ അവരുണ്ടോ എന്നുള്ളത്. പക്ഷേ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇക്കാ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇക്കാ വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ കാണുകയാണെങ്കിൽ പിടിക്കണം കേട്ടോ എന്നുള്ളത്. എല്ലാവരും കൂടി ആകുമ്പോൾ ആ ഒരു തിരക്കിനിടയിൽ അവനെ കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം ഞാൻ ഇതെല്ലാം ഇരുന്നിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നത്, ഞാൻ അവനതിലുണ്ടോ എന്നാണ് നോക്കിയിരുന്നത്. ആകെ ടെൻഷനായിട്ടുള്ളൊരു ദിവസമായിരുന്നു. പിന്നെ ഞാൻ ഒന്നും നോക്കാണ്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ട് നോക്കുകയായിരുന്നു കേട്ടോ. ആ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ പോയി നിന്നപ്പോൾ എടുത്തതാണ് കേട്ടോ ഇതെല്ലാം. അങ്ങനെ അത് നമ്മളെ കാണാതെ പോയ ആളെ കണ്ടു കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചെയ്യാനെ കിട്ടിയപ്പോൾ വേഗം നമ്മുടെ അടുത്തേക്ക് കൊടുന്നാക്കുകയാണ് കേട്ടോ. അപ്പം ഞാനതൊന്ന് വീഡിയോ എടുത്തതാണ്. കണ്ടപ്പോൾ ആ കയ്യോടെ പിടിച്ച് വരുന്നത്. എവിടെ ഇരുന്ന് തുള്ളിരുന്ന് കിടന്നിട്ട് ആ ആനയുടെ അതൊക്കെ വാങ്ങിച്ചു വന്നാ തല നിറച്ചൊക്കെ കിട്ടുമോ?
ചൂടാ കയ്യുമെന്താ അത് അതിന് നടക്കുന്നവർക്കൊക്കെ ഉണ്ട് അത്ര പറഞ്ഞേ. ഒരാളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങോട്ട് വന്ന ആനകളൊക്കെ തിരിച്ചങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇനിയിപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് കഴിഞ്ഞാൽ പോകുമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് പായസം വെച്ചിട്ടുണ്ടായിരുന്നു. ബിരിയാണി കഴിച്ച ഉടനെ പായസം കുടിക്കാനുള്ളൊരു വയറുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അത് കണ്ടു കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ കുടിച്ചത്. അപ്പോഴേക്കും അവരങ്ങോട്ട് തിരിച്ച് വരുന്നുണ്ട് കൊണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് പിന്നെയും പോയി. പക്ഷേ ഇരുട്ടായതുകൊണ്ട് തന്നെ വല്ലാതെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ വീഡിയോയിൽ എടുക്കുമ്പോഴൊന്നും അങ്ങനെ കിട്ടിയില്ല കേട്ടോ. ആനകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിതിനപ്പുറത്താണ് കേട്ടോ നിന്നിരുന്നത്. അവിടെ നിന്നാൽ ഒന്നും കാണില്ല. അപ്പോൾ പറഞ്ഞ് വീടിൻ്റെ മുറ്റത്ത് നിന്നിട്ട് അപ്പുറത്തൊരു വീടുണ്ട്. അപ്പോൾ അവിടെ നിന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ കണ്ടത്. അപ്പോൾ നന്നായിട്ട് കാണാൻ പറ്റിയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വീഡിയോയിൽ അങ്ങോട്ട് വലിയ ക്ലിയർ ഇല്ലാത്തതുള്ളൂ, നമുക്ക് കാണാനൊക്കെ പറ്റിയിരുന്നു. അതിനിടയിൽ നമ്മുടെ സമയം ദയാനും കൂടിയിട്ട് നല്ലൊരു കിടിലൻ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. ദയാനക്ക് ഈ ഒരു സ്റ്റെപ്പ് ഇന്ന് ടീമിൽ പോയപ്പോൾ കിട്ടിയതാ തോന്നുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ അതും കൂടി ഒന്ന് എടുത്തതാണ് കേട്ടോ ഞാൻ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീട്ടിൽ പോയപ്പോൾ അവിടെ നമ്മുടെ കല്യാണ കേസറ്റൊക്കെ ഇട്ടിട്ട് കാണുന്നുണ്ട് കുട്ടികൾ. അവൾ കുട്ടികൾക്ക് കാർട്ടൂണൊക്കെ കേസറ്റ് ഇട്ടിട്ട് വെച്ചോടുന്ന ഒരു കുഞ്ഞ് ടി വിയാണ് കേട്ടോ. അതിലിട്ടിട്ടാണ് കാണുന്നത്. അത് കണ്ടപ്പോൾ കുറേ പഴയ ഓർമ്മകളിലേക്ക് പോയിണ്ടായിരുന്നു. കല്യാണ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ കുറേ ആയി എടുക്കണം കേട്ടോ. ഈ കേസറ്റൊക്കെ ആകെ സ്ക്രാച്ചൊക്കെ വന്നിട്ട് ഇപ്പോൾ നമുക്കത് ശരിക്കും ഇരുന്ന് കാണാനൊന്നും പറ്റണില്ല. അത് കണ്ടപ്പോൾ പറഞ്ഞിട്ട് എന്തായാലും നമുക്ക് ശരിയാക്കി എടുക്കാമെന്ന്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.